സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിന്റെ മൂന്നാം ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അൽ അസ്കർ മുസ്ലിം പള്ളിയിരിക്കുന്ന സ്ഥലമാണ് ശരിക്കും ഇസ്രായേലിന് മൂന്നാം ദേവാലയം ഉയരേണ്ടി വരുന്ന അല്ലെങ്കിൽ ഉയരണം എന്ന് ഇസ്രായേൽക്കാർ ആഗ്രഹിക്കുന്ന സ്ഥലം. രണ്ടാമത്തെ ദേവാലയം ഹെറോദോസ് പുതുക്കിപ്പണിത ദേവാലയം AD 70 നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഒരു മൂന്നാം ദേവാലയം എന്നുള്ള സ്വപ്നം അവർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അവർക്കത് പ്രാവർത്തികമാക്കി എടുക്കാൻ സാധിച്ചില്ല. വാസ്തവത്തിൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പിന്നീട് വന്ന മുസ്ലിം ഇൻവാഷൻ അത് എത്തിച്ചിരുന്നു. കാരണം മുസ്ലിങ്ങൾ ആ സ്ഥലം കൈയടക്കുകയും ആ ദേവാലയത്തിന്റെ എന്തെങ്കിലും ഒരു ബാക്കി ഉണ്ടായിരുന്നു, അതിലൊഴികെ ബാക്കി ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളായി ബാക്കി ഉണ്ടായിരുന്നത് മുഴുവൻ വളരെ ഡീപ്പായിട്ട് കുഴിച്ചിടുകയും ചെയ്തു, പർപ്പസ്ഫുൾ ആയിട്ട് കുഴിച്ചിടുകയും ചെയ്തു എന്നാണ് വലതുപക്ഷക്കാരായ ഇസ്രായേൽക്കാര് ആരോപിക്കുന്നത്. അവരുടെ ദേവാലയത്തിന്റെ റെമനൻസ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പരാമർശം നടത്തിയപ്പോൾ ഒരു സുഹൃത്ത് എഴുതുകയുണ്ടായി, അവർക്ക് ഇനി മൂന്നാം ദേവാലയം നിർമ്മിച്ചാൽ പോലും ഒരു പ്രധാന പുരോഹിതനെ അവർക്ക് ലഭിക്കാൻ നിവൃത്തിയില്ല. കാരണം പ്രധാന പുരോഹിതൻ എന്ന് പറയുന്നത് ബൈബിൾ അനുസരിച്ച് അഹറോന്റെ പിന്മുറക്കാരായിരിക്കണം. അഹറോന്റെ ആൺമക്കളിൽ നിന്നാണ് പ്രധാന പുരോഹിതൻ അപ്പോയിന്റ് ചെയ്യപ്പെടേണ്ടത്. അഹറോൻ എന്ന് പറയുന്നത് മോശയുടെ സഹോദരനാണ്. മോശയുടെ സഹോദരനായ അഹറോന്റെ ആൺമക്കളിൽ നിന്ന് മാത്രമേ പ്രധാന പുരോഹിതനെ നിയമിക്കാൻ നിവൃത്തിയുള്ളൂ. ഒരു പുരോഹിതനെ ഇസ്രായേൽക്കാർക്ക് ആവശ്യമുള്ളൂ. ലോകത്തിൽ ആകെ ഒറ്റ പുരോഹിതൻ മതി. കാരണം അവർക്ക് ആകെ ലോകത്തിൽ ഒരു ദേവാലയമുള്ളൂ, ഒരുപാട് ദേവാലയങ്ങളില്ല. ഒറ്റ ദേവാലയം, അത് ജെറുസലേമിലുള്ള ദേവാലയമാണ്. അതിന്റെ ചരിത്രമൊക്കെ ബൈബിളിൽ വളരെ വിശദമായി പല പുസ്തകങ്ങളിലായി അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ദേവാലയത്തോടുള്ള അവരുടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അത്ര അതിഭയങ്കരമായ അറ്റാച്ച്മെന്റ് ആണ്. വേറെ ലോകത്തിൽ ഒരു ജനതയ്ക്കും അങ്ങനെ ഒരു ദേവാലയത്തിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവാൻ നിവൃത്തിയില്ല. കാരണം വേറെ ലോകത്തിൽ ഒരു ജനതയ്ക്ക് അങ്ങനെ ഒറ്റ ദേവാലയം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. ഒരേ ഒരു ദേവാലയമേ ഉള്ളൂ. അത് അവരുടെ വാഗ്ദാന പേടകം ഇരുന്ന ദേവാലയമാണ്. ഇന്ന് വാഗ്ദാന പേടകം ഇല്ല, അപ്പൊ ദേവാലയവും ഇല്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു മൂന്നാം ദേവാലയം അവർ കൺസ്ട്രക്ട് ചെയ്താൽ അവർക്കൊരു പ്രധാന പുരോഹിതനെ, നിയമമനുസരിച്ചുള്ള പ്രധാന പുരോഹിതനെ ലഭിക്കാൻ നിവൃത്തിയില്ല എന്നൊരു സുഹൃത്ത് നമ്മളുടെ കമന്റ് ബോക്സിൽ പരാമർശം നടത്തുകയുണ്ടായി. വാസ്തവത്തിൽ അത് തെറ്റാണ്. പ്രധാന പുരോഹിതനെ അവർക്ക് ലഭിക്കും. കാരണം അഹ്റോന്റെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവർക്ക് ഉണ്ട്. ലേവി ഗോത്രം എന്നുള്ള ഒരു ഗോത്രം ഇന്ന് നിലവിലില്ലെങ്കിലും, കാരണം 10 ലോസ്റ്റ് ആ 10 നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ ലേവി ഗോത്രവും പോയെങ്കിലും ഈ ദേവാലയത്തോട് ചേർന്ന് നിന്ന പുരോഹിത വൃന്ദം അവര് യൂദയ ഗോത്രത്തിന്റെ ഭാഗമായിട്ടാണ്. ജെറുസലേം എന്ന് പറയുന്നത് യൂദയ ഗോത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തായിരുന്നു ജെറുസലേം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ജെറുസലേം ദേവാലയത്തോട് ചേർന്നാണ് പ്രധാന പുരോഹിതൻ താമസിക്കുന്നത്. ലേവി ഗോത്രം എന്ന് പറയുന്നത് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അവർ ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവർ കുറെ പേര് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും ഈ അഹറോന്റെ സന്തതി പരമ്പര നിശ്ചയമായും ദേവാലയത്തിന്റെ സമീപത്ത് തന്നെ താമസിക്കുന്നവരാണ്. അത് ദേവാലയം നശിപ്പിക്കപ്പെട്ട സമയത്തും ആ ഒരു സന്തതി പരമ്പര അങ്ങനെ തന്നെ പിന്തുടർന്ന് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും അഹറോന്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ഒരാള് ഇവരുടെ പ്രധാന പുരോഹിതനായിട്ട് ഉണ്ട്. ഇപ്പൊ പ്രധാന പുരോഹിതന് പക്ഷേ ബലി അർപ്പിക്കാൻ നിവൃത്തിയില്ല, കാരണം ദേവാലയമില്ല. അതുകൊണ്ട് തന്നെ ബലിപീഠവുമില്ല. മറ്റേ എന്താ പറയാ, വിശുദ്ധികളുടെ വിശുദ്ധിയായ സ്ഥലം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് ബലിയർപ്പണം നടക്കുകയില്ല. പക്ഷെ അവരുടെ ഈ പുരോഹിതൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇവരുടെ പുരോഹിതൻ, ആ പുരോഹിതന്റെ പേര് കൊഹാനീം എന്നാണ്. അത് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് ബ്ലസ്സിംഗ് ആണ്, അനുഗ്രഹമാണ് അദ്ദേഹം ചെയ്യുക. ഇന്നും ഇസ്രായേൽ ജൂ സമൂഹത്തിന് ഈ കൊഹാനീം എന്ന് പറയുന്ന പ്രധാന പുരോഹിതനുണ്ട്. അത് അദ്ദേഹം ചെയ്യുന്ന അനുഗ്രഹമാണ്. പിന്നെ മറ്റു ചില റിച്വൽസും അദ്ദേഹം ചെയ്യും. ബലി അർപ്പിക്കാൻ നിവൃത്തിയില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഒരു മൂന്നാം ദേവാലയം ഉണ്ടായാൽ അവർക്ക് പ്രധാന പുരോഹിതൻ ഉണ്ടാവുകയില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. കാരണം അവര് ഈ തീവ്രവാദികളായിട്ടുള്ള ജ്യൂസ് മൂന്നാം ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വലിയ തോതിൽ പ്രയത്നിക്കുന്നുണ്ട്. അപ്പൊ അതിന് അവർക്ക് ഒരു ചുവന്ന പശുവിനെയൊക്കെ ആവശ്യമുണ്ട്. അതിന്റെ ആഷൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ബലിപീഠമൊക്കെ പ്യൂരിഫൈ ചെയ്യേണ്ടത്. അത് ലോകത്തില് ഈ കിട്ടാനില്ലാത്ത ഒരു തരം പശുവാണ്. അതിനെ അമേരിക്കയിൽ നിന്ന് അവർ കണ്ടുപിടിച്ച് 5 പശുവിനെ കൊണ്ടുവന്ന് വെച്ച കഥയൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നീട് നമുക്കൊരു വീഡിയോ ചെയ്യാം അതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ, അവരതിനു വേണ്ടി നടത്തുന്ന പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ. അതെന്തെങ്കിലും ആവട്ടെ. നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രായേൽ ആർമി ഡമാസ്കസിൽ സിറിയയുടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്നുള്ള സംഗതിയാണ്. സിറിയ നമുക്കറിയാവുന്നത് പോലെ ഇസ്രായേലുമായിട്ട് വഴക്കിലായിരുന്നു. ഇപ്പോഴവര് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ തീർത്ത് സമാധാനത്തിലാവാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് ഇസ്രായേൽ ആർമി എന്തുകൊണ്ട് ഡമാസ്കസിൽ പോയി ഇവരുടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ റീസൺ, അവിടെയുള്ള ഡ്രൂസ് എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി ഗ്രൂപ്പിനെ ഇപ്പോഴത്തെ റെജിമിന്റെ അഹമ്മദ് അൽ ഷാറായുടെ പട്ടാളക്കാർ ആക്രമിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. നമുക്കറിയാവുന്നത് പോലെ ഈ
ഇസ്ലാമിക രാജ്യങ്ങളിൽ, കൃത്യമായ റെജിം ഇല്ലാത്ത എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഒരുപാട് ആംഡ് ഗ്രൂപ്പുകളുണ്ട്. ആയുധങ്ങൾ കയ്യിൽ വെച്ചുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അത് സിറിയയിലായിക്കൊള്ളട്ടെ, ഇറാഖിലായിക്കൊള്ളട്ടെ, ഈവൻ ഈജിപ്തിൽ പോലും ഉണ്ട്. ഈജിപ്തിൽ ഭരണകൂടം ഉണ്ടെങ്കിൽ പോലും ഈജിപ്തിന്റെ പല പ്രദേശങ്ങളും ഈജിപ്തിന്റെ നിയന്ത്രണത്തിലല്ല. ഉദാഹരണമായിട്ട് ഈ സിനായ് പ്രദേശങ്ങളൊക്കെ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ കയ്യിലാണ്. അവിടെ ഈജിപ്ത് ഫോഴ്സിന് കാര്യമായ ശക്തിയൊന്നുമില്ല. അപ്പൊ ഹമാസും ഇസ്ലാമിക് ബ്രദർഹുഡും തമ്മിൽ തുരങ്കങ്ങളിലൂടെയുള്ള ബന്ധം, ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം തുരങ്കങ്ങള് ഇസ്രായേൽ ആർമി കണ്ടുപിടിക്കുന്നുണ്ട്. പല വീടുകളുടെയും കാർപോർച്ചുകളിൽ നിന്ന്, അവിടെയുള്ള ഈ പാലസ്തീനികളുടെ, ഈ ഗാസക്കാരുടെ വീടുകളുടെ കാർപോർച്ചുകൾ എന്ന് തോന്നിക്കുന്ന സ്ഥലത്തു നിന്നാണ് തുരങ്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ തുരങ്കം വാഹനം ഓടിച്ചങ്ങ് പോകാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണ്. അതൊരു 3-4 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെ പോയിട്ട് ഈജിപ്തിൽ തന്നിട്ടാണ് പൊതുന്നത്. അവിടെയും ഏതെങ്കിലും ഒരു ഷെഡിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിന്റെ, ഈ അവിടെ ആളുകൾ സഞ്ചരിക്കുന്ന പ്രദേശമായതുകൊണ്ട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഷോപ്പിന്റെ കാർപോറേഷനൊക്കെയാണ് പോയിട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു തുരങ്കം ഉണ്ടെന്നുള്ളതിന് യാതൊരു സൂചനയും കിട്ടുകയില്ല. അത്തരം ധാരാളം ദുരന്തങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. അപ്പൊ ഈ ഈജിപ്തിലെ ആ പ്രദേശങ്ങള്, ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളുടെ നിയന്ത്രണമുള്ളത് ഇസ്ലാമിക് ബ്രദർഹുഡിനാണ്. ഈജിപ്ഷ്യൻ ഗവൺമെന്റിന്റെ നിയന്ത്രണമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിക രാജ്യങ്ങളിൽ പലയിടത്തും ഇതുപോലത്തെ മിലീഷ്യ എന്ന് പറയുന്നത്, മിലീഷ്യ എന്നാണ് അതിന് വിളിക്കുന്നത്, ആംഡ് ഗ്രൂപ്പുകളുണ്ട്. പാകിസ്ഥാന്റെ കാര്യം നമുക്കറിയാം, ധാരാളം ആംഡ് ഗ്രൂപ്പുകളുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ കാര്യം അറിയാം, ധാരാളം ആംഡ് ഗ്രൂപ്പുകളുണ്ട്. ഇതേ സംഗതിയാണ് സിറിയയിലുമുള്ളത്. ഒരുപാട് ആംഡ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ സിറിയയുടെ ഒരു ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ അവിടെ 90% ഏകദേശം 88% മുസ്ലിങ്ങളാണ്. ബാക്കി ഒരു 10% മേലെ ക്രിസ്ത്യാനികളുണ്ട്. ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 74% സുന്നി മുസ്ലിങ്ങളാണ്. ബാക്കിയുള്ളത് അലാവൈറ്റ്, ഷിയ, ഡ്രൂസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇപ്പൊ ഈ അലാവൈറ്റ്സ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്, ഡ്രൂസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ അലാവൈറ്റും ഡ്രൂസും ഷിയയുടെ ഓഫ്ഷൂട്ടുകളാണ്. ഇപ്പൊ ഈ ഡ്രൂസ് എന്ന്, ഈ ഇസ്രായേൽക്കാർക്ക് താല്പര്യമുള്ള ഈ വംശം ഡ്രൂസ് എന്ന് പറയുന്ന ഒരു മുസ്ലിങ്ങൾ തന്നെയാണ്. അവര് 10-ാം നൂറ്റാണ്ടില് ഷിയായിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ അവരുടേതായിട്ടുള്ള കുറെ മതചരിത്രങ്ങളും കുറെ മത നിയമങ്ങളും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരുടെ മതത്തിലേക്ക് അവർ ആരെയും ചേർക്കുകയുമില്ല. അവരുടെ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ അവർ തിരിച്ച് സ്വീകരിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്, സ്വന്തം മതത്തിലേക്ക് ആരെയും സ്വീകരിക്കാത്ത ആളുകൾ. ലോകത്തിലെ അപൂർവമായിട്ടുള്ള മത ഗ്രൂപ്പുകൾ മാത്രമാണ് അങ്ങനെ സ്വന്തം മതത്തിലേക്ക് പുതുതായി ആരെയും ചേർക്കാത്തതും. അതുപോലെ മറ്റു മതങ്ങളിൽ നിന്ന് മാരേജോ അങ്ങനത്തെ കാര്യങ്ങളും മറ്റൊരു മുസ്ലിം സെക്ടറിൽ നിന്നും ഈ ഡ്രൂസിലേക്ക് അവർ മാരേജ് അനുവദിക്കുകയില്ല. ഡ്രൂസിന്റെ ഉള്ളിൽ മാത്രമേ മാരേജസ് അനുവദിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ പ്രത്യേകതകളുള്ള ഈ ഗ്രൂപ്പ് ഇത് ഇസ്രായേലിലും സിറിയയിലും അതുപോലെ ഈ ലെബനോണിലുമായിട്ടാണ് വസിക്കുന്നത്. ഏകദേശം 10 ലക്ഷം ആളുകൾ മാത്രമേ ലോകത്തിലുള്ളൂ അവരെ. അപ്പം അവര് സിറിയയുടെ തെക്ക് ഭാഗത്ത്, ലെബനോണിന്റെ തെക്ക് ഭാഗത്ത്, ഇസ്രായേലിന്റെ കിഴക്ക് ഭാഗത്ത്, അപ്പൊ ഈ പ്രദേശങ്ങളിലെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ 10 ലക്ഷം ഡ്രൂസ് വരുന്നത്. അവരില് ഇസ്രായേലിലുള്ളവർ പ്രധാനമായിട്ടും വസിക്കുന്ന ഗോലാൻ കുന്നുകളിലാണ്. കുറെ പേര് ഗലീലി പ്രദേശത്തുണ്ട്. അപ്പം ഈ ഗോലാൻ കുന്നുകളിൽ വസിക്കുന്ന ഇസ്രായേൽ ആ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കുമ്പോൾ അവിടെ ഉള്ളത് ഡ്രൂസ് സെക്ടറിൽപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഇസ്രായേൽ അത് വളഞ്ഞു വെച്ച് അവിടെ ഇസ്രായേൽക്കാരുടെ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു 70,000-ഓളം ഡ്രൂസുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇസ്രായേൽക്കാരെ ഗോലാൻ കുന്നുകളിൽ ഏകദേശം 1,30,000 ആളുകളുടെ സെറ്റിൽമെന്റുകളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റിൽമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാര് ഗ്രാമങ്ങൾ പോലെയാണ് താമസിക്കുക. അതിനകത്ത് മറ്റുള്ളവരെ താമസിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ ഗ്രാമങ്ങൾ പോലെ താമസിക്കുന്നു. ഡ്രൂസുകൾ അവരുടെ രീതിയിലും താമസിക്കുന്നു. അതാണ് ഗോലാൻ കുന്നുകളിലെ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ ഗോലാൻ കുന്നുകൾക്ക് അപ്പുറത്തേക്കുള്ള സിറിയൻ പ്രദേശത്താണ് പിന്നീട് ഡ്രൂസുകൾ താമസിക്കുന്നത്. അത് ലെബനോണിലെ ഒരു പ്രോവിൻസ് ആണ്. ആ പ്രോവിൻസിന്റെ പേര് സുവാദ എന്ന പ്രോവിൻസ് ആണ്. ഈ സുവാദ പ്രോവിൻസിൽ ഈ ഡ്രൂസുകൾക്ക് തന്നെ ഒരു മിലീഷ്യയുണ്ട്. അവർക്ക് നേരത്തെ മുതൽ തന്നെ അവരുടേതായ ഒരു ആർമിയുണ്ട്. അവരുടെ സെക്ടിനെതിരെ ഇതിനു മുൻപുണ്ടായിരുന്ന ഭരണാധികാരി അസാദ് എന്ന് പറയുന്ന ആൾ ഇപ്പം ഔട്ട്സർ ചെയ്യപ്പെട്ട ആ ഭരണാധികാരിയുടെ കാലത്തും ഈ ഡ്രൂസുകള് ആക്രമണം നേരിട്ടിരുന്നു. അപ്പൊ അന്ന് അലാവൈറ്റുകൾ എന്ന് പറയുന്ന ഷിയ ഗ്രൂപ്പ്, വളരെ ചെറിയ, സിറിയയിൽ വളരെ എണ്ണത്തിൽ വളരെ കുറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ഈ അലാവൈറ്റുകളുടെ പ്രതിനിധിയായിട്ടുള്ള അൽ അസാദും അദ്ദേഹത്തിന്റെ അച്ഛൻ അൽ അസാദുമാണ് ഈ ഏകദേശം 1970 മുതൽ ഈ സിറിയ ഭരിച്ചുകൊണ്ടിരുന്നത്. ഏകാധിപതികളായിരുന്നു. അപ്പൊ അവർ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ച് ഇറാന്റെ ശക്തി ഉപയോഗിച്ച്, ഇറാൻ ഷിയ രാജ്യമാണ്, അവരുടെ ശക്തി ഉപയോഗിച്ച് ഈ സുന്നി മുസ്ലിങ്ങളെ ചവിട്ടി ഒതുക്കി ഇത്രയും കാലം അവർ ഭരിക്കുകയായിരുന്നു. അപ്പൊ സുന്നി മുസ്ലിങ്ങളെ ശക്തി പ്രാപിച്ച് ഈ അലാവൈറ്റ്സിന് നേരെ ആക്രമണം നടത്തി ഇപ്പം സുന്നി മുസ്ലിങ്ങള് ഈ അഹമ്മദ് അൽ ഷാറായുടെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ അഹമ്മദ് അൽ ഷാറായുടെ നേതൃത്വത്തിൽ സുന്നി മുസ്ലിങ്ങൾ റിബലിയൻ സംഘടിപ്പിക്കുമ്പോഴും ഈ അസാദിന് നേരെ യുദ്ധം നടത്തുമ്പോഴും ഈ ഡ്രൂസ് ഗ്രൂപ്പുകളും അവരെ സഹായിച്ചിട്ടുണ്ട്. ഡ്രൂസ് ഗ്രൂപ്പുകളുടെ മിലീഷ്യയുടെ സഹായം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് അൽ ഷാറായുടെ ആളുകളെ ഇപ്പൊ ഭരണം പിടിച്ചെടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭരണത്തിൽ അവരൊരു പങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഭരണത്തിൽ അവർ പ്രതീക്ഷിച്ചൊരു റെപ്രസെന്റേഷൻ കിട്ടിയില്ല.
പ്രതീക്ഷിച്ച റെപ്രസെന്റേഷൻ കിട്ടാതെ വന്നപ്പം അവര് അൽഷാറായ്ക്കെതിരെ പിന്നെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധത്തെ ബദോവിൻ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്, അതൊരു സുന്നി ഗ്രൂപ്പാണ്, അവരുടെ നാട്ടിൽ തന്നെ, ഈ ഡ്രൂസുകളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഈ ഡ്രൂസുകളെ ആക്രമിക്കുകയും ചെയ്തു. അപ്പൊ ഈ ആക്രമണം നിർത്താൻ എന്ന പേരിൽ അവിടെ അൽ അസാദിന്റെ ഗവൺമെന്റ് ആർമി എന്ന് വേണമെങ്കിൽ വിളിക്കാം, കാരണം ഒരു ഒഫീഷ്യൽ ഗവൺമെന്റ് അല്ല, ഇലക്ഷനോടെ അല്ല അവിടെ അത് വന്നിരിക്കുന്നത്, ഭരണം പിടിച്ചെടുത്തതാണ്. അപ്പം അൽ അസാദിന്റെ ആർമി അല്ലെങ്കിൽ റെജിമിന്റെ ആർമി എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത്. റെജിമിന്റെ ആർമി അവിടെ വരികയും സമാധാനം സ്ഥാപിക്കുന്നതിന് പകരം അവര് ബദോവിൻകാരുടെ കൂടെ ചേർന്ന് ഡ്രൂസിനെ ആക്രമിക്കുകയും ചെയ്തു. അപ്പൊ അത് ഡ്രൂസും ഗവൺമെന്റ് ആർമിയും തമ്മിലുള്ള ഈ ബദോവിൻ മിലീഷ്യയും ഗവൺമെന്റ് ആർമിയും ചേർന്ന് ഡ്രൂസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു. അപ്പൊ ഡ്രൂസുകൾക്ക് ജീവനഷ്ടം ഉണ്ടാവുകയും അവരെ സഹായത്തിന് വേണ്ടി നിലവിളിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ അവിടെ കയറി ആക്രമണം നടത്തി. ആദ്യം ഈ പ്രദേശത്ത് നിന്ന് ആദ്യത്തെ അടിക്ക് തന്നെ ആർമി സുല്ല് പറഞ്ഞു, വേണ്ട ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞു. വന്ന വഴിക്ക് അവർ ഇവരുടെ ടാങ്കുകളെല്ലാം, ആർമിയുടെ ടാങ്കുകളൊക്കെ മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു. അപ്പൊ തന്നെ അവർ കീഴടങ്ങി വെടിനിർത്തൽ നടത്തി അവർ തിരിച്ചുപോയി. കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ബദോവിനും ഡ്രൂസും തമ്മിൽ പ്രശ്നം ഉണ്ടായി. അപ്പൊ അത് ഈ വെടിനിർത്തൽ ഉണ്ടായത് ഇന്നലെയായിരുന്നു. ഇന്നലെ അവർ ആർമി തിരിച്ചുപോയി, വെടിനിർത്തൽ ഉണ്ടായതായിട്ട് സിറിയ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. പക്ഷെ പിന്നീട് അതിനുശേഷം ബദോവിൻസ് ഡ്രൂസിനെ ആക്രമിക്കുകയും ബദോവിൻ ഡ്രൂസ് ക്ലാഷ് ഉണ്ടാവുകയും ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആർമി ഡമാസ്കസിലെ സിറിയയുടെ തലസ്ഥാനത്ത് പോയി അവിടെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇസ്രായേൽ ആർമി സിറിയയുടെ പല ഭാഗത്തും ആക്രമണം നടത്തുന്നുണ്ട് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഈ അൽഷാറ എന്ന് പറയുന്ന ആൾ, ഇദ്ദേഹം വാസ്തവത്തിൽ ഒരു ടെററിസ്റ്റാണ്. ഇദ്ദേഹത്തിന്റെ ടെററൈസിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം കാണിക്കാത്ത മെനകേടുകളില്ല. ഇദ്ദേഹം അൽ ഖ്വയ്ദയുടെ ഭാഗമായിരുന്നു. ഇദ്ദേഹം ഈ പണ്ട് അറബികൾ ചേർന്ന അതേ ബിസിനസ്, അതായത് ഇദ്ദേഹത്തിന്റെ ടെററൈസേഷന്റെ കാലഘട്ടത്തിൽ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ ലേലം ചെയ്ത് വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അത്തരം കേസുകളൊക്കെ ഇപ്പൊ പൊന്തി വരുന്നുണ്ട്. CNN ഒരു പ്രധാനപ്പെട്ട ന്യൂസ് അതാണ്. ഇദ്ദേഹത്തിന്റെ കയ്യാളുകളായിട്ടുള്ളവര് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി മാർക്കറ്റിൽ ലേലം ചെയ്ത് വിറ്റു എന്നുള്ള ഒരു ന്യൂസാണ് ഇന്ന് CNN പുറത്തുവിട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടുള്ള സുഹൃത്തി കസേരയിൽ കയറിയിരിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പദവികൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പഴയതൊക്കെ മറന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ തീവ്രവാദം ഉപേക്ഷിക്കാം, എനിക്ക് കസേര ഇവിടെ സുഖമായിട്ട് കിട്ടിയാൽ മതി, എനിക്ക് സുഖമായിട്ട് വാഴണം എന്ന് പറഞ്ഞാൽ പഴയ അറബി സുൽത്താൻമാരുടെ മാതിരി സുഖകരമായ ഒരു അന്തരീക്ഷത്തില് എല്ലാത്തരം സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊരു താല്പര്യമല്ലാതെ സിറിയ നന്നായി ഭരിക്കണമെന്നോ സിറിയയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമോ എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ താല്പര്യമാണോ എന്നുള്ളത് സംശയമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവിടുത്തെ വിഷയം അവരുടെ ബോർഡറിന്റെ അടുത്ത്, ഡമാസ്കസ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ബോർഡറൊന്നും അധികം ദൂരത്തിലല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ ഹെർമോൺ മൗണ്ട് ഇപ്പൊ പുതിയ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. ഈ ഗോലാൻ കുന്നുകൾ കൂടാതെ കുറച്ചും കൂടി സിറിയയുടെ ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ പിടിച്ചെടുത്തിടത്താണ് ഈ ഹെർമോൺ മൗണ്ട് എന്ന് പറയുന്നത്. ഈ ഹെർമോൺ മൗണ്ടിന്റെ പ്രത്യേകത, ഹെർമോൺ മൗണ്ടിൽ നിന്ന് നോക്കിയാൽ സിറിയ കാണാം. അപ്പം ഹെർമോൺ മൗണ്ടിൽ നോക്കിയാൽ ഈ അൽഷാറായുടെ കൊട്ടാരം ഞങ്ങൾക്ക് കാണാമെന്ന് ഒരിക്കല് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ദറ്റ് മീൻസ് എ സിംഗിൾ മിസൈൽ ക്യാൻ ഡിസ്ട്രോയ് ദ ക്യാപിറ്റൽ ഓർ പിന്നെ ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തെ തകർക്കാൻ ഒറ്റ മിസൈൽ മതി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം. അപ്പം ഈ ഇസ്രായേൽക്കാര് അശേഷം ഈ അൽഷാറായി വിശ്വസിക്കാൻ തയ്യാറല്ല. അമേരിക്ക അൽഷാറായുമായി കൂട്ടുകെട്ടിലായി. അവരിപ്പം സാങ്ഷൻസ് പിൻവലിക്കാം എന്ന പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലുമായിട്ട് സൗഹൃദത്തിലാവണമെന്ന് അൽഷാറായി ഉപദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇസ്രായേൽ അൽഷാറാനെ അശേഷം വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം ഇസ്രായേൽ പറയുന്നത് ഇദ്ദേഹം പഴയ തീവ്രവാദിയാണ്, ഈ തീവ്രവാദത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ദുസ്വഭാവങ്ങളുടെ ഒന്നും ഇയാൾ വിട്ടുപോയിട്ടില്ല, ഇയാളൊരു ഭരണാധികാരിയല്ല, ഇദ്ദേഹം അവിടെ തീവ്രവാദം വളർത്തും അപ്പം എന്നുള്ള ഒരു ആർഗ്യുമെന്റാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പൊ ഈ അൽഷാറ എന്ന് പറയുന്ന ആൾ ഒട്ടും സുരക്ഷിതമായ അവസ്ഥയിലല്ല. ഇവിടെ ഡ്രൂസിന്റെ ഒരു മിലീഷ്യ നിലവിലുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഇസ്രായേലിന്റെ ഒരു ആക്രമണം വഴി ഒരുപക്ഷെ ആ ഒരു പ്രോവിൻസ് സിറിയയിൽ നിന്ന് വേർപെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വേറെ അങ്ങ് വടക്കേ അറ്റത്ത് കുർദുകളെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തൊരു നല്ല ഒരു ഡെഫിനിറ്റ് പെർസെന്റേജ് 10% ഈ സിറിയയിലുള്ളത് കുർദുകളാണ്. അവര് ഇറാനോട് ചേർന്നുള്ള ബോർഡറിലാണ് വരുന്നത്. ഏകദേശം 10% ഉണ്ടത്. ഈ കുർദുകൾ വലിയ 2, 3, 4 രാജ്യങ്ങളിലായിട്ട് യമനിലടക്കം പടർന്നു കിടക്കുന്നതാണ്. ഇറാനിലുണ്ട്, ഇറാഖിലുണ്ട്, ടർക്കിയിലുണ്ട്. അതൊരു വലിയ മലയാണ്. ആ മലയുടെ പ്രദേശങ്ങളിൽ മുഴുവൻ താമസിക്കുന്ന മലവാസികളായിട്ടുള്ള ഒരു മുസ്ലിം അംശമാണ് ഈ കുർദ് എന്ന് പറയുന്നത്. കുർദിസ്ഥാൻ എന്നൊരു രാജ്യം വേണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. ഇപ്പൊ കുർദിസ്ഥാൻ സ്ഥാപിക്കുകയാണെങ്കിൽ തുർക്കിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഏരിയ വരിക. തുർക്കി,
സിറിയ, ഇറാന്റെ ചെറിയൊരു ഭാഗം, ഇറാഖിന്റെ ഭാഗം, യമന്റെ ഭാഗം, ഇത്രയും ചേർന്നിട്ട് ഇങ്ങനെ പോലെ കിടക്കുന്ന ഒരു രാജ്യമാണ് അവരുടെ ഡിമാൻഡിലുള്ളത്. എല്ലാ രാജ്യങ്ങളും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ കുർദുകൾ സുന്നി മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പൊ അവരും ഒരു 10% ഇതിനകത്തുണ്ട്. അപ്പൊ അവരിത് ഈ കുർദ് പാർട്ട് ലിബറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സിറിയയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരുമായിട്ടും ഒരു പാക്റ്റിലെത്താൻ ഈ അഹമ്മദ് അൽ ഷാറ ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പൊ അഹമ്മദ് അൽ ഷാറ ശ്രമിക്കുന്നത് ഈ മിലീഷ്യകളെ എല്ലാം ഗവൺമെന്റ് ആർമിയിൽ ചേർക്കാനാണ്. അതായത് ഈ ഡ്രൂസുകളുടെ മിലീഷ്യനെ പിടിച്ച് ഗവൺമെന്റ് ആർമിയിൽ ചേർക്കുക, കുർദുകളുടെ മിലീഷ്യയെ പിടിച്ച് ഗവൺമെന്റ് ആർമിയിൽ ചേർക്കുക, സുന്നികളുടെ ഒരു 110 സെക്ടർ ഉണ്ട്. സുന്നികൾക്ക് സെക്ടറാണ്. അപ്പൊ അതിനകത്തുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളിലും ഉള്ള ഈ മിലീഷ്യകളെ എല്ലാം കൂടി ഗവൺമെന്റ് ആർമിയിൽ ചേർത്ത് യുവമാർക്ക് ചോറ് കൊടുത്ത് അങ്ങനെ ഈ രാജ്യത്ത് ഒരു ഏകോപന സ്വഭാവം ഉണ്ടാക്കുക എന്നുള്ളതാണ് അൽഷാറായുടെ ശ്രമം. പക്ഷെ അതിന് മാത്രമുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടൊന്നും ഇദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അതിൽ വിജയിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഈ രാജ്യം സ്പ്ലിറ്റായി പോകാൻ അല്ലെങ്കിൽ കഷ്ണങ്ങളായി പോകാൻ, നുറുങ്ങിപ്പോകാനുള്ള നല്ല സാധ്യതയുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഇത് ഇറാൻ നശിപ്പിച്ചു കളഞ്ഞ ഒരു രാജ്യമാണ്. ഈ അൽ അസാദിന്റെ റെജിമിന്റെ കാലത്ത് മുഴുവൻ ഈ ഇറാനിലെ ഈ മത റെജിം വന്നതിന് ശേഷം ഹെസ്ബുള്ളയുടെ വിളയാട്ട കേന്ദ്രമായി പിഴിഞ്ഞു കളഞ്ഞ ഒരു രാജ്യമാണ് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇസ്രായേലും സിറിയയും തമ്മിലുള്ള വിഷയത്തിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗം ഇസ്രായേലിലുണ്ട്. അവർ ഇസ്രായേൽ ഗവൺമെന്റിനെ കണ്ടമാനം കമ്പൽ ചെയ്യുന്നുണ്ട് സിറിയയിലെ ഡ്രൂസുകളെ സഹായിക്കാൻ വേണ്ടി. അപ്പൊ സിറിയയിലെ ഡ്രൂസുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി അടിക്കുമെന്ന് ഇസ്രായേൽ അൽഷാറയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡ്രൂസുകളെ സംരക്ഷിച്ചോളാം എന്ന് അൽഷാറ പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇസ്രായേൽ വടിയുമായി അകത്ത് കയറുന്നതും ഈ സംഗതി ചെയ്യുന്നതും. വാസ്തവത്തിൽ ഇസ്രായേലിന്റെ പിന്നിലുള്ള യഥാർത്ഥ മോട്ടീവ് എന്ന് പറയുന്നത് അവരുടെ ഈ ഡ്രൂസുകളെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഏറെ അവരുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ സുന്നികളുടെ മിലീഷ്യകൾ വളർന്നു വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം മതം വളർത്തണം, മറ്റുള്ളവരെ കൊല്ലണം, ജൂതനെ നശിപ്പിക്കണം എന്നൊക്കെയുള്ള മുദ്രാവാക്യമുള്ളത് സുന്നികൾക്കാണ്, അല്ലെങ്കിൽ ഇറാനാണ്. നേരെ മറിച്ച് ഈ ഡ്രൂസുകൾ എന്ന് പറയുന്ന കൂട്ടർ അവരുടെ മതത്തിൽ ആരെയും ചേർക്കില്ല. അതുകൊണ്ട് അവർക്ക് മതം വളർത്തണം എന്നൊരു ആഗ്രഹം ഒരു കാലത്തും ഉണ്ടാകില്ല. അതുകൊണ്ട് ഡ്രൂസുകളെ പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് സുന്നിയെ സംബന്ധിച്ച് എല്ലാം വിഴുകാൻ നടക്കുന്ന സുന്നിയെ ഭയപ്പെടാതെ നിവൃത്തിയില്ല. അപ്പൊ സുന്നിയുടെ അകത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇസ്രായേലിന്റെ അതിർത്തിയുടെ പ്രദേശങ്ങളിൽ തമ്പടിക്കാതിരിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യമെന്നും മനസ്സിലാക്കുക.